ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ബൈബിൾ പഠന പാരായണത്തിൻ്റെ 87-ാം ദിവസത്തിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് നമ്മുടെ വിചിന്തനത്തിന് വിഷയമാക്കുന്നത് ജോഷുവയുടെ പുസ്തകത്തിൻ്റെ 19, 20, 21 അധ്യായങ്ങളും സങ്കീർത്തനത്തിൻ്റെ 131 അധ്യായവുമാണ്. ജോഷുവയുടെ പുസ്തകത്തിൻ്റെ 19-ാം അധ്യായം അതിന് മുൻപിലുള്ളവയുടെ തുടർച്ചയാണ്. 13-ാം അധ്യായം മുതൽ ഇസ്രായേൽക്കാർ സ്വന്തമാക്കിയ കാനാൻ ദേശം അത് വിഭജിക്കുന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളാണ്. എങ്ങനെയാണ് ഗോത്രമനുസരിച്ച് ഈ സ്ഥലം വിഭജിച്ച് ഓരോ ഗോത്രത്തിനും എണ്ണമനുസരിച്ച് അതെങ്ങനെയാണ് നൽകേണ്ടത്, അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്, അങ്ങനെയുള്ളപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് ആ 13-ാം അധ്യായം മുതൽ. 19-ാം അധ്യായത്തിൽ ആരംഭിക്കുന്നത് ഷിമിയോൻ ഗോത്രത്തിൻ്റെ ഭാഗത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഷിമിയോൻ ഗോത്രത്തിന് 2ാമത്തെ നറുക്കാണ് കിട്ടുക. അവർക്ക് 13 പട്ടണങ്ങളും അവയോട് ചുറ്റിപ്പറ്റിയുള്ള ഗ്രാമങ്ങളും നൽകപ്പെടുന്നുണ്ട്. 3ാം നറുക്ക് സെബലൂൺ ഗോത്രത്തിനാണ് ലഭിക്കുന്നത്. അവർക്ക് 12 പട്ടണങ്ങളും അതിനോട് ചേർന്നുള്ള ഗ്രാമങ്ങളും നൽകപ്പെടുന്നു. 4ാം നറുക്ക് ഇസാക്കർ ഗോത്രത്തിനാണ്. അവർക്ക് 16 പട്ടണങ്ങളും അതിനോട് ചേർന്നുള്ള ഗ്രാമങ്ങളും. 5ാം നറുക്ക് ആഷേർ ഗോത്രത്തിനാണ്. അവർക്ക് 28 പട്ടണങ്ങളും അതിനോട് ചേർന്നുള്ള ഗ്രാമങ്ങളും. 6ാം നറുക്ക് നഫ്താലി ഗോത്രത്തിനാണ്. അവയ്ക്ക് 13 പട്ടണങ്ങളും അവയോട് ചേർന്നുള്ള ഗ്രാമങ്ങളും. 7ാം നറുക്ക് ദാൻ ഗോത്രത്തിനാണ്. ദാൻ ഗോത്രത്തിന് 18 പട്ടണങ്ങളും അവയോട് ചേർന്നുള്ള ഗ്രാമങ്ങളും. അങ്ങനെയാണ് ആ കണക്ക് പോകുന്നത്. 19-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ജോഷുവയ്ക്ക്, സമൂഹത്തിൻ്റെ നായകനായ ജോഷുവയ്ക്ക് നൽകേണ്ട ഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. തിമ്നത്ത് സേര എന്ന് പറയുന്ന ഭാഗം അത് ജോഷുവയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് ജോഷുവയ്ക്കും ജോഷുവയുടെ കുടുംബത്തിനും വേണ്ടി നൽകുകയാണ്. നായകനുള്ള ഭാഗമായി മാറ്റിവെക്കുകയാണ്. ഇനി 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അഭയനഗരത്തെക്കുറിച്ചുള്ള പ്രതിപാദനമാണ്. സംഗീത പുസ്തകത്തിൽ മുൻപ് നമ്മൾ അഭയനഗരത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അഭയനഗരം അല്ലെങ്കിൽ സങ്കേത നഗരങ്ങൾ ഏതെങ്കിലും തരത്തിൽ മനസ്സറിവോടെയോ അറിവില്ലാതെയോ ഒരു കൊലപാതകത്തിന് രക്തം ചിന്തലിന് കാരണമായാൽ ആ വ്യക്തി, കാരണമായ വ്യക്തി, അവൻ വിചാരണ നേരിടുന്ന സമയം വരെ മറ്റുള്ളവർ അവനെ ആക്രമിക്കാതിരിക്കാൻ, പ്രതികാരം ചെയ്യാതിരിക്കാൻ ഓടി രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ചില നഗരങ്ങൾ ഓരോ ഗോത്രത്തിൻ്റെയും അധീനതയിലുള്ള നഗരങ്ങളോട് ചേർന്നുകൊണ്ട് നിർമ്മിക്കുകയാണ്. ആ നഗരങ്ങളെയാണ് അഭയ നഗരങ്ങൾ എന്ന് വിളിക്കുന്നത്. നമുക്ക് ഇരിഞ്ഞാലക്കുട രൂപതയിൽ മാള എന്നൊരു സ്ഥലമുണ്ടല്ലോ. മാള ഹീബ്രു പദത്തിൽ നിന്നാണ് ആ പേര് വന്നത് എന്നാണ് പറയുന്നത്. ആ മാള എന്ന വാക്ക്, പേര് മൾ അഹ, അഭയനഗരം എന്നാണ് അതിൻ്റെ അർത്ഥമെന്നാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. പണ്ട് കൊടുങ്ങല്ലൂരിൽ നിന്ന് യഹൂദർ ആക്രമണം ഉണ്ടായപ്പോൾ അഭയം തേടിക്കൊണ്ട് ഓടി രക്ഷപ്പെട്ട് എത്തിയ നാടാണ് മാള. ആ അർത്ഥത്തിലാണ് മൾ അഹ, അഭയനഗരം എന്ന സ്ഥലത്തിന് പേര് കിട്ടിയതെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലെ അഭയനഗരങ്ങൾ നിർമ്മിച്ച് ഈ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സംരക്ഷണം, സുരക്ഷ നൽകേണ്ടതിനെക്കുറിച്ചാണ് ഈ 20-ാം അധ്യായത്തിൽ പറയുന്നത്. 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ലേവ്യരുടെ അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാ ഗോത്രങ്ങളിൽ നിന്നും നറുക്കിട്ടെടുത്ത, എല്ലാ ഗോത്രങ്ങൾക്കും അവകാശമായി കിട്ടിയ പട്ടണങ്ങളിൽ നിന്നും നറുക്കിട്ടെടുത്ത ചില പട്ടണങ്ങളെ ഈ ലേവി ഗോത്രത്തിലെ ഓരോ കുടുംബങ്ങൾക്കും ഭാഗിച്ച് നൽകുകയാണ്. ഓരോ കുടുംബത്തിനും തിരിച്ചു നൽകുന്നുണ്ട് ലേവ്യ ഗോത്രത്തിൽ മാത്രം. അങ്ങനെ 21-ാം അധ്യായം പൂർത്തിയാകുകയാണ്. 21-ാം അധ്യായത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് ഒരു സന്തോഷത്തിൻ്റെ വാക്കുകളിലൂടെയാണ് അവസാനിക്കുന്നത്. അതായത് ദൈവം അബ്രഹാം മുതലേ വാഗ്ദാനം ചെയ്തിരുന്ന തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തിലേക്ക് ഇസ്രായേൽ ജനം എത്തിച്ചേരുകയും അവരുടെ ഗോത്രത്തിലെ പ്രത്യേകതകൾക്കനുസരിച്ച് ആ കാനാൻ ദേശത്തെ, സമൃദ്ധിയുടെ നാടിനെ ഭാഗങ്ങളാക്കി തിരിച്ച്, പട്ടണങ്ങളാക്കി തിരിച്ച് ഓരോ ഗോത്രത്തിനും ഏൽപ്പിക്കുകയും ചെയ്തതിനു ശേഷം അവസാന വാചകം ദൈവം തൻ്റെ വാഗ്ദാനം പൂർത്തിയാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കുന്നത്. അത് സ്വസ്ഥതയുള്ള, ശത്രുക്കളാരും എതിർക്കാനില്ലാത്ത, ശത്രുക്കളെയെല്ലാം സംഹരിച്ച് അവസാനിപ്പിച്ച, വളരെ ശാന്തതയോടെ ജീവിക്കാൻ പറ്റിയ, ശാന്തമായ, സ്വസ്ഥതയുള്ള, ആദ്യം പറഞ്ഞതുപോലെ തന്നെ തേനും പാലും ഒഴുകുന്ന സമൃദ്ധിയുടെ നാട്ടിൽ ശാന്തമായി ഇസ്രായേൽ ജനം താമസം ഉറപ്പിച്ചതിൻ്റെ അടയാളങ്ങൾ നൽകിക്കൊണ്ടാണ് ആ സംഖ്യയുടെ പുസ്തകത്തിൻ്റെ ആ അധ്യായം, 21-ാം അധ്യായം അവസാനിക്കുന്നത്. ഇനി സങ്കീർത്തനത്തിലേക്ക് നമ്മൾ വരികയാണ്. സങ്കീർത്തനം വളരെ സുന്ദരമായൊരു സങ്കീർത്തനമാണ്. 131-ാം സങ്കീർത്തനം. 3 വാചകങ്ങളെ അതിനകത്തുള്ളൂ. എന്നാൽ ആ 3 വാചകങ്ങൾ അത് പറയുന്നത് ദൈവത്തെ ഒരു കുഞ്ഞിനെ പോലെ ആശ്രയിക്കുക എന്നുള്ള കാര്യമാണ്. ശിശുസഹജമായ പ്രത്യാശ, ഒരു കുഞ്ഞിനെ പോലെ ദൈവത്തെ ആശ്രയിക്കുക. അമ്മയുടെ മടിത്തട്ടിൽ ശാന്തമായിരുന്നുറങ്ങുന്നൊരു കുഞ്ഞിനെ പോലെ
ദൈവത്തെ ആശ്രയിക്കുക. നമുക്ക് വളരെ സുന്ദരമായി ഭാവനയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ചിത്രമാണ്. ഒരമ്മയുടെ മടിത്തട്ടിൽ ശാന്തമായിരുന്ന് ഉറങ്ങുന്ന ഒരു കുഞ്ഞിൻ്റെ ചിത്രം. ആ കുഞ്ഞിനെ പോലെ ശാന്തമായ മനസ്സോടെ എന്നും കർത്താവിനെ ആശ്രയിക്കുക എന്നാണ് ഈ 131 സങ്കീർത്തനം നൽകുന്ന സന്ദേശം. അധ്യായം 19. രണ്ടാമത്തെ നറുക്ക് ശിമയോൻ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് വീണു. യൂദാ ഗോത്രത്തിന്റെ അതിർത്തിക്കുള്ളിലായിരുന്നു അവരുടെ ഓഹരി. അവർക്ക് ലഭിച്ച പ്രദേശങ്ങൾ ഇവയാണ്: ബർഷബ, ഷേബ, മൊളാദ, ഹാസർ, ഷുവാൽ, ബാല, എസേ, എത്ലോലാദ്, ബഥൂൽ, ഹോർമ, സിക്ലാഗ്, ബത്ത് മാർക്കബോത്ത്, ഹാസാർ സൂസ, ബത്ലെബാവോത്ത്, ഷെരുഹൻ എന്നീ 13 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും, ഐൻ, റിമ്മോൺ, എത്തർ, ആഷാൻ എന്നീ 4 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും, ബാലാദ് ബേർനഗബിലെ റാമ വരെയുള്ള ഈ പട്ടണങ്ങളും അവയുടെ ചുറ്റുമുള്ള ഗ്രാമങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ശിമയോൻ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച അവകാശമാണിത്. ശിമയോൻ ഗോത്രത്തിന്റെ അവകാശം യൂദായുടെ ദേശത്തിന്റെ ഒരു ഭാഗമായിരുന്നു. യൂദാ ഗോത്രത്തിന്റെ ഓഹരി വളരെ വലുതായിരുന്നതിനാലാണ് അവരുടെ അതിർത്തിക്കുള്ളിൽ ശിമയോൻ ഗോത്രത്തിന് അവകാശം ലഭിച്ചത്. സെബുലൂൺ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് മൂന്നാമത്തെ നറുക്കു വീണു. അവരുടെ അതിർത്തി സാരിദ് വരെ നീണ്ടുകിടക്കുന്നു. അവിടെ നിന്ന് അത് പടിഞ്ഞാറോട്ട് നീങ്ങി മാറയാലിൽ എത്തി ദാബേഷത്ത് വരെ ചെന്ന് യൊക്നെയാമിന് കിഴക്കുള്ള അരുവി വരെ എത്തുന്നു. സാരിദിൽ നിന്ന് കിഴക്കോട്ടുള്ള അതിർത്തി കിസ്ലോത്ത് താബോറിന്റെ അതിർത്തിയിലെത്തുന്നു. അവിടെ നിന്ന് ദബറാത്തിലേക്കും തുടർന്ന് യാഫിയ വരെയും എത്തുന്നു. അവിടെ നിന്ന് കിഴക്കോട്ട് പോയി ഗത്ത് ഹേഫറിലും യത്കാസീനിലും എത്തി റിമ്മോണിലൂടെ നെയായുടെ നേരെ തിരിയുന്നു. വീണ്ടും വടക്ക് ഹന്നാത്തോനിലേക്ക് തിരിഞ്ഞ് ഇഫ്താഫേൽ താഴ്വരയിൽ അവസാനിക്കുന്നു. കത്താത്ത്, നഹലാൽ, ഷിമ്രോൺ, ഇദാല, ബെത്ലഹേം എന്നിവ ഉൾപ്പെടെ ആകെ 12 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളുമാണ് സെബുലൂൺ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് അവകാശമായി ലഭിച്ചത്. ഇസ്സാക്കർ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് 4ാമത്തെ നറുക്കു വീണു. അവരുടെ പ്രദേശങ്ങൾ ജസ്രേൽ, കെസ്ലോത്ത് ഷുനൈം, ഹഫാരായിം, ഷിയോൻ, അനാഹരത്ത്, റബീത്ത്, കിഷിയോൻ, ഏബസ്, റേമത്ത്, എൻഗന്നീം, എൻഹദ്ദ, ബത്പാസസ് എന്നിവയായിരുന്നു. ഇതിന്റെ അതിർത്തി താബോർ, ഷാഹസുമ, ബത്ഷമിഷ് എന്നിവിടങ്ങളിലെത്തി ജോർദാനിൽ അവസാനിക്കുന്നു. അങ്ങനെ 16 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഇസാക്കർ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് പട്ടണങ്ങളോടും ഗ്രാമങ്ങളോടും കൂടി ലഭിച്ച അവകാശമാണിത്. ആഷേർ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് 5ാമത്തെ നറുക്കു വീണു. അവരുടെ ദേശം താഴെ പറയുന്നവയാണ്: ഹെൽക്കത്ത്, ഹലി, ബഥേൻ, അക്ഷാഫ്, അല്ലാം മെലക്, അമാദ്, മിഷാൽ. അതിർത്തി പടിഞ്ഞാറ് കാർമലും ഷിഫോർ ലിബ്നത്തും സ്പർശിക്കുന്നു. അത് കിഴക്കോട്ട് ബദ്ദാഗോനിലേക്ക് പോയി നെയ്യേലിനും ബത്യമക്കിനും വടക്ക് ഇബ്താഹിൽ താഴ്വരയും സെബുലൂണും സ്പർശിക്കുന്നു. വീണ്ടും വടക്കോട്ട് പോയി കാബൂൽ, എബ്രേൻ, റഹോബ്, ഹമ്മോൻ, കാന എന്നിവിടങ്ങളിലൂടെ മഹാനഗരമായ സീദോനിലെത്തുന്നു. പിന്നീട് അത് റാമായിൽ കോട്ടകളാൽ ചുറ്റപ്പെട്ട തൈർ പട്ടണത്തിലെത്തി ഹോസായിലേക്ക് തിരിഞ്ഞ് കടൽ വരെ എത്തുന്നു. മഹ്ലാബ്, അക്സീബ്, ഉമ്മ, അഫേക്ക്, റഹോബ് ഇവയുൾപ്പെടെ 22 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു. ആഷേർ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് പട്ടണങ്ങളോടും ഗ്രാമങ്ങളോടും കൂടി ലഭിച്ച അവകാശമാണിത്. നഫ്താലി ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് 6ാമത്തെ നറുക്കു വീണു. അവരുടെ അതിർത്തി ഹേലഫിൽ സനാമിനിലെ ഓക്ക് വൃക്ഷങ്ങളുടെ ഇടയിൽ നിന്ന് തുടങ്ങി അദാമിനക്കബ്, യബനേൽ എന്നിവിടങ്ങളിലൂടെ ലാക്കും കടന്ന് ജോർദാനിലെത്തുന്നു. അവിടെ നിന്ന് പശ്ചിമഭാഗത്തുള്ള അസ്നോത്ത് തബോറിലേക്ക് തിരിഞ്ഞ് ഹുക്കോക്കിലെത്തി തെക്ക് സെബലൂണിനെയും പടിഞ്ഞാറ് ആഷീറിനെയും കിഴക്ക് ജോർദാന് സമീപം യൂദായെയും തൊട്ടുകിടക്കുന്നു. കോട്ടയുള്ള പട്ടണങ്ങൾ സിദ്ദിം, സേർ, ഹമ്മത്ത, റാക്കത്ത്, കിന്നരോത്ത്, ദമ, റാമ, ഹാസോർ, കേദഷ്, എദ്റെയി, എൻഹാസോർ, ഈറോൺ, മിഗ്ദലേൽ, ഹോറെം, ബത്ത് അനാത്ത്, ബത്ത് ഷമെഷ് എന്നിവയാണ്. അങ്ങനെ ആകെ 19 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും നഫ്താലി ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് പട്ടണങ്ങളോടും അവയുടെ ഗ്രാമങ്ങളോടും കൂടി ലഭിച്ച അവകാശമാണിത്. ദാനിന്റെ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് 7ാമത്തെ നറുക്കു വീണു. അവരുടെ അവകാശം താഴെ പറയുന്നതാണ്: സോറ,
എഷ്താവോൽ, ഈർഷമെഷ്, ഷാലാബിൻ, അയ്യാലോൻ, ഇത്ല, ഏലോൻ, തിമ്ന, എക്രോൺ, എൽതെക്കെ, ഗിബ്ബത്തോൻ, ബാലത്ത്, യഹൂദ്, ബനേബറക്, ഗത്രിമോൺ, ജോപ്പായ്ക്ക് എതിർവശത്ത് കിടക്കുന്ന പ്രദേശവും മെയാർക്കോൻ, റാക്കോൽ എന്നിവയും. തങ്ങളുടെ ദേശം നഷ്ടപ്പെട്ടപ്പോൾ ദാൻ ഗോത്രം ലേഷമിനെതിരെ യുദ്ധം ചെയ്തു, അത് പിടിച്ചടക്കി. അവരെ നശിപ്പിച്ച് അത് സ്വന്തമാക്കി അവിടെ വാസമുറപ്പിച്ചു. പൂർവ്വപിതാവായ ദാനിന്റെ ഓർമ്മ നിലനിർത്താൻ ലേഷമിന് ദാൻ എന്നു പേരിട്ടു. ദാൻ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും അവകാശമായി ലഭിച്ചു. ഈ സ്ഥലമെല്ലാം അവകാശമായി വീതിച്ചു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കൾ നൂനിന്റെ മകനായ ജോഷ്വയ്ക്ക് തങ്ങളുടെ ഇടയിൽ ഒരു ഭാഗം അവകാശമായി കൊടുത്തു. അവൻ ചോദിച്ച എഫ്രായിമിന്റെ മലമ്പ്രദേശത്തുള്ള തിമ്നത്ത് സേരാ പട്ടണം കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് അവന് കൊടുത്തു. അവൻ ആ പട്ടണം പുതുക്കിപ്പണിത് അവിടെ വാസമുറപ്പിച്ചു. പുരോഹിതനായ എലയാസറും നൂനിന്റെ മകനായ ജോഷ്വയും ഇസ്രായേൽ ജനത്തിന്റെ ഗോത്രത്തലവന്മാരും ഷീലോയിൽ സമാഗമ കൂടാരത്തിന്റെ കവാടത്തിൽ കർത്താവിന്റെ മുമ്പിൽ വെച്ച് വീതിച്ചു കൊടുത്ത അവകാശങ്ങളാണിവ. അങ്ങനെ അവർ ദേശവിഭജനം പൂർത്തിയാക്കി. അധ്യായം 20. കർത്താവ് ജോഷ്വയോട് അരുളിച്ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ സങ്കേത നഗരങ്ങൾ നിർമ്മിക്കുവിൻ. ആരെങ്കിലും അബദ്ധവശാൽ ആരെയെങ്കിലും കൊല്ലാൻ ഇടയായാൽ അവന് അഭയം തേടാൻ വേണ്ടിയാണിത്. രക്തത്തിന് പ്രതികാരം ചെയ്യുന്നവനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സങ്കേതമായിരിക്കും അവ. കുറ്റക്കാരൻ ഇവയിൽ ഏതെങ്കിലും നഗരത്തിലേക്ക് ഓടി കവാടത്തിൽ നിന്ന് അവിടുത്തെ ശ്രേഷ്ഠന്മാരോട് തന്റെ കാര്യം വിവരിച്ചു പറയണം. അപ്പോൾ അവർ അവന് വസിക്കാൻ പട്ടണത്തിൽ ഒരു സ്ഥലം നൽകണം. അവൻ അവരോടുകൂടെ വസിക്കട്ടെ. രക്തത്തിന് പ്രതികാരം ചെയ്യുന്നവൻ പിന്തുടർന്നു വന്നാൽ അവർ അഭയാർത്ഥിയെ അവന്റെ കൈകളിൽ ഏൽപ്പിക്കരുത്. മുൻ ശത്രുതയില്ലാതെ അബദ്ധത്താലാണല്ലോ അവൻ വധം നടത്തിയത്. പ്രധാന പുരോഹിതൻ മരിക്കുന്നതുവരെയോ താൻ സമൂഹ സമക്ഷം വിധിക്കപ്പെടുന്നതുവരെയോ അവൻ ആ പട്ടണത്തിൽ താമസിക്കട്ടെ. അതിനുശേഷം അവൻ സ്വന്തം പട്ടണത്തിലേക്കും സ്വന്തം ഭവനത്തിലേക്കും തിരിച്ചു പോകട്ടെ. നഫ്താലിയുടെ മലമ്പ്രദേശത്തുള്ള ഗലീലിയിലെ കേദിഷ്, എഫ്രായിം മലമ്പ്രദേശത്തുള്ള ഷെക്കേം, യൂദായിലെ മലമ്പ്രദേശത്തുള്ള കിരിയാതർബ, ഹെബ്രോൺ എന്നീ പട്ടണങ്ങൾ അവർ അഭയനഗരങ്ങളാക്കി. ജെറീക്കോയ്ക്ക് കിഴക്ക് ജോർദാന് മറുകരയിൽ റൂബൻ ഗോത്രക്കാർക്ക് അവകാശമായി ലഭിച്ച സമതലത്തിലെ ബേസറും, ഗാദ് ഗോത്രക്കാർക്ക് ലഭിച്ച ഗിലെയാദിലെ റാമോത്തും, മനാസെ ഗോത്രത്തിന്റെ അവകാശമായ ബാഷാനിലെ ഗോലാനും അവർ തിരഞ്ഞെടുത്തു. അബദ്ധവശാൽ ആരെങ്കിലും ഒരാളെ കൊന്നാൽ ഓടി രക്ഷപ്പെടുന്നതിനും സമൂഹസമക്ഷം വിചാരണ ചെയ്യുന്നതുവരെ രക്തപ്രതികാരകന്റെ കരങ്ങളാൽ വധിക്കപ്പെടാതിരിക്കുന്നതിനും വേണ്ടി ഇസ്രായേൽ ജനത്തിനും അവരുടെ ഇടയിൽ വസിക്കുന്ന പരദേശികൾക്കുമായി നീക്കിവെച്ച പട്ടണങ്ങളാണിവ. അധ്യായം 21. കാനാൻ ദേശത്ത് ഷീലോയിൽ വെച്ച് ലേവ്യരുടെ കുടുംബത്തലവന്മാർ എലയാസറിന്റെയും നൂനിന്റെ മകൻ ജോഷ്വയുടെയും ഇസ്രായേൽ ഗോത്രങ്ങളുടെ കുടുംബത്തലവന്മാരുടെയും അടുത്തു വന്നു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് താമസിക്കാൻ പട്ടണങ്ങളും ഞങ്ങളുടെ കന്നുകാലികൾക്ക് മേച്ചിൽ സ്ഥലങ്ങളും തരണമെന്ന് കർത്താവ് മോശ വഴി അരുളി ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് ഇസ്രായേൽ തങ്ങളുടെ അവകാശങ്ങളിൽ നിന്ന് താഴെ പറയുന്ന പട്ടണങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും ലേവ്യർക്ക് കൊടുത്തു. കൊഹാത്ത് കുടുംബങ്ങൾക്ക് വേണ്ടി നറുക്കിട്ടു. അതനുസരിച്ച് പുരോഹിതനായ അഹറോന്റെ സന്തതികൾക്ക് യൂദായുടെയും ബെഞ്ചമിന്റെയും ശിമെയോന്റെയും ഗോത്രങ്ങളിൽ നിന്ന് 13 നഗരങ്ങൾ ലഭിച്ചു. ശേഷിച്ച കൊഹാത്യർക്ക് എഫ്രായിമിന്റെ ഗോത്രത്തിൽ നിന്നും മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്നും 10 പട്ടണങ്ങൾ നറുക്കനുസരിച്ച് ലഭിച്ചു. ഗർഷോൻ കുടുംബങ്ങൾക്ക് ഇസാക്കർ, ആഷേർ, നഫ്താലി എന്നീ ഗോത്രങ്ങളിൽ നിന്നും ബാഷാനിൽ മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്നും 13 പട്ടണങ്ങൾ നറുക്കനുസരിച്ച് ലഭിച്ചു. മെറാറി കുടുംബങ്ങൾക്ക് റൂബന്റെയും ഗാദിന്റെയും സെബുലൂണിന്റെയും ഗോത്രങ്ങളിൽ നിന്ന് 12 പട്ടണങ്ങൾ ലഭിച്ചു. കർത്താവ് മോശ വഴി കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ ജനം ഈ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും നറുക്കിട്ട് ലേവ്യർക്ക് കൊടുത്തു. യൂദായുടെയും ശിമെയോന്റെയും ഗോത്രങ്ങളിൽ നിന്ന് താഴെ പറയുന്ന പട്ടണങ്ങൾ അവർക്ക് കൊടുത്തു. അവ ലേവ്യ ഗോത്രത്തിൽപ്പെട്ട കൊഹാത്ത് കുടുംബങ്ങളിലൊന്നായ അഹറോന്റെ സന്തതികൾക്കാണ് കിട്ടിയത്. അവർക്കാണ് ആദ്യത്തെ നറുക്കു വീണത്. അവർക്ക് യൂദായുടെ മലമ്പ്രദേശത്തുള്ള
കിരിയാത്ത് അർബ, ഹെബ്രോൺ ചുറ്റുമുള്ള മേച്ചിൽ സ്ഥലങ്ങളോടുകൂടി ലഭിച്ചു. അർബ അനാക്കിന്റെ പിതാവാണ്. എന്നാൽ പട്ടണത്തിലെ വയലുകളും അതിന്റെ ഗ്രാമങ്ങളും യെഫുന്നയുടെ മകനായ കാലെബിനാണ് അവകാശമായി കൊടുത്തത്. പുരോഹിതനായ അഹറോന്റെ സന്തതികൾക്ക് കൊടുത്ത സ്ഥലങ്ങൾ താഴെ പറയുന്നവയാണ്: അഭയനഗരമായ ഹെബ്രോൺ, ലിബ്ന, യത്തീർ, യെഷം തെമോവ, ഹോലോൺ, ദബീർ, ആയീൻ, യൂത്ത, ബത്ഷമെഷ് എന്നീ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും. അങ്ങനെ ആ 2 ഗോത്രങ്ങളിൽ നിന്ന് 9 പട്ടണങ്ങൾ. കൂടാതെ ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഗിബയോൻ, ഗേബ, അനാത്തോത്ത്, അൽമോൻ എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും. പുരോഹിതനായ അഹറോന്റെ സന്തതികളുടെ അവകാശം അങ്ങനെ 13 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളുമായിരുന്നു. ലേവി ഗോത്രജരായ ഇതര കൊഹാത്ത് കുടുംബങ്ങൾക്ക് എഫ്രായിം ഗോത്രത്തിൽ നിന്നാണ് പട്ടണങ്ങൾ നൽകിയത്. അവർക്ക് ലഭിച്ച സ്ഥലങ്ങൾ ഇവയാണ്: എഫ്രായിമിന്റെ മലമ്പ്രദേശത്തുള്ള അഭയനഗരമായ ഷെക്കീം, ഗേസർ, കിബ്സായിം, ബത്ഹോറോൺ എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും. ദാൻ ഗോത്രത്തിൽ നിന്ന് എൽടെക്കെ, ഗിബ്ബെഥോൻ, അയ്യാലോൻ, ഗത്തറിമ്മോൺ എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും. മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് താനാക്ക്, ഗത്രിമ്മോൺ എന്നീ 2 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും. അങ്ങനെ ശേഷിച്ച കൊഹാത്ത് കുടുംബങ്ങൾക്ക് 10 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലഭിച്ചു. ലേവി ഗോത്രത്തിൽപ്പെട്ട ഗർഷോൻ കുടുംബങ്ങൾക്ക് മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് ബാഷാനിലുള്ള അഭയനഗരമായ ഗോലാൻ, ബേഷ്തെര എന്നീ 2 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലഭിച്ചു. ഇസാഖർ ഗോത്രത്തിൽ നിന്ന് കിഷിയോൻ, ദബേറാത്ത്, യാർമുത്ത്, എൻഗന്നീം എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലഭിച്ചു. ആഷേർ ഗോത്രത്തിൽ നിന്ന് മിഷാൽ, അബ്ദോൻ, ഹെലക്കത്ത്, റഹോബ് എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലഭിച്ചു. നഫ്താലി ഗോത്രത്തിൽ നിന്ന് ഗലീലിയിലുള്ള അഭയനഗരമായ ഖേദെഷ്, ഹമ്മോദ്ദോർ, കർത്താൻ എന്നീ 3 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലഭിച്ചു. അങ്ങനെ ഗർഷോൻ കുടുംബങ്ങൾക്ക് ആകെ 13 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. ലേവ്യരിൽ ശേഷിച്ച മെറാറി കുടുംബങ്ങൾക്ക് സെബുലൂൺ ഗോത്രത്തിൽ നിന്ന് യോക്നെയാം, കർത്ത, ദിംന, നഹലാൽ എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും നൽകി. റൂബൻ ഗോത്രത്തിൽ നിന്ന് ബേസർ, യാഹാസ്, കെദേമോത്ത്, മേഫാത്ത് എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും നൽകി. ഗാദ് ഗോത്രത്തിൽ നിന്ന് അഭയനഗരമായ ഗിലെയാദിലെ റാമൂത്ത്, മഹനായിം, ഹെഷ്ബോൺ, യാസർ എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും നൽകി. അങ്ങനെ ശേഷിച്ച ലേവി ഗോത്രജരായ മെറാറി കുടുംബങ്ങൾക്ക് ആകെ 12 പട്ടണങ്ങളാണ് ലഭിച്ചത്. ഇസ്രായേൽ ജനത്തിന്റെ അവകാശ ഭൂമിയിൽ ലേവ്യർക്ക് 48 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഓരോ പട്ടണത്തിനു ചുറ്റും മേച്ചിൽ സ്ഥലവും ഉണ്ടായിരുന്നു. ഇസ്രായേലിന് നൽകുമെന്ന് പിതാക്കന്മാരോട് കർത്താവ് വാഗ്ദാനം ചെയ്ത ദേശം അങ്ങനെ അവർക്ക് നൽകി. അവർ അത് കൈവശമാക്കി അവിടെ വാസമുറപ്പിച്ചു. കർത്താവ് അവരുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്നതുപോലെ എല്ലാ അതിർത്തികളിലും അവർക്ക് സ്വസ്ഥത നൽകി. ശത്രുക്കളിൽ ആർക്കും അവരെ എതിർക്കാൻ സാധിച്ചില്ല. കാരണം എല്ലാ ശത്രുക്കളെയും കർത്താവ് അവരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഇസ്രായേൽ ഭവനത്തോട് കർത്താവ് ചെയ്ത വാഗ്ദാനങ്ങൾ ഒന്നൊഴിയാതെ എല്ലാം നിറവേറി. അമ്മയുടെ തോളിൽ ശാന്തമായി മയങ്ങുന്ന ശിശുവിന്റെ സ്വസ്ഥത എത്ര സുന്ദരമാണ്. ദൈവാശ്രയബോധം തലയിണയാക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ 131 സങ്കീർത്തനം ആലപിച്ച് പ്രാർത്ഥിക്കാം. ശിശുവിനെ പോലെയാണ് എൻ്റെ
ഇസ്രായേൽ